ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഹീറോ ട്രേഡ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 84,200 ഇതിലാണ് നമുക്ക് ഹീറോ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഇവിടെയാണ് വന്നത്. 57 രൂപയാണ് വന്നത്. 2 ക്യാൻഡിലുകൊണ്ട് തന്നെ 20 പോയിൻറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അവിടെ. ഇതെങ്ങനെ എക്സിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 57 രൂപയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത ശേഷം എടുക്കുക. അതിനുശേഷം റെഡ് ക്യാൻഡിൽ അടിയിൽ പോകുമ്പോൾ ക്ലോസ് ചെയ്യുക. എന്തിനാണ് റെഡ് ക്യാൻഡിൽ അടിയിൽ പോകുമ്പോൾ ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത്? ഇവിടെ സെല്ലേഴ്സാണ് എഗെയിൻ വരുന്നത്. അപ്പോൾ നല്ല ബീറിഷാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്യുക. എഗെയിൻ ബയേഴ്സ് കയറുന്ന സമയത്ത് പിന്നെയും ട്രേഡ് എടുക്കുക. അങ്ങനെയാണ് 20 പോയിൻറ്റ് വന്നത് കേട്ടോ. ഈ റെഡ് ക്യാൻഡിൽ അവിടെ ക്ലോസിനോട് കൂടിയിട്ട് സെല്ലേഴ്സ് പിന്നെയും വന്നിട്ടുണ്ട്. അത് പിന്നെ അടിയിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ തന്നെയാണ് ഫുള്ള് പ്ലാനും. ഇതിലങ്ങനെ തന്നെയാണ്. ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, നമ്മൾ ട്രേഡ് എടുത്ത ശേഷം റെഡ് ക്യാൻഡിൽ അടിയിൽ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കും. ഈ ഡോജി ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ അടിയിലാണ് ലോസ് ചെയ്തപ്പോൾ ട്രേഡ് അവസാനിപ്പിക്കുക. അത് 1 രൂപ 2 രൂപ സെല്ല് നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ സെല്ലുകൾ വരും. സീറോ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് 25 രൂപ റേഞ്ചിലൊക്കെയാണ്. നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ ആണെന്ന് 30-32 രൂപയിലൊക്കെയാണ് ആക്റ്റീവ് ആവുന്നത്. ഒറ്റ ക്യാൻഡിലുണ്ടേ 40 പോയിൻറ്റ് വന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ നോക്കുന്നത് ഇങ്ങനത്തെ ഓരോ ക്യാൻഡിൽസ് ആണ്. 40 പോയിൻറ്റ് 30 പോയിൻറ്റ് 1 വേ ക്യാൻഡിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് ഹീറോയിൽ വന്നേക്കണത്. ഹീറോ അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നമ്മൾ കറക്റ്റായിട്ട് ചാർട്ടിൻ്റെ മുമ്പിൽ ഇരുന്ന് ഫോക്കസ് ചെയ്തിരുന്നിട്ടാണ് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും കുറേ മിസ്സായി പോകാം. എന്നിട്ടും ചിലപ്പോൾ ലോസുകൾ സംഭവിക്കാം. അത്രയും നോക്കിയിരുന്നാലും നമുക്ക് കിട്ടേണ്ട പോയിൻ്റ് ഒരു ഇതായി കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കുക. വേറെ ഒരു കാര്യം അതിൽ ചെയ്യാൻ എക്സിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു 40 പോയിൻറ്റ് വരുന്ന നേരത്ത് നിങ്ങൾക്ക് പകുതി ലോഡിനെയോ അല്ലെങ്കിൽ ഒരു 90% ലോഡിനെ വിറ്റ് ബാക്കിയുള്ള തന്നെ മാത്രം റൺ ചെയ്യിക്കുക. അപ്പോൾ പിന്നെ അപ്പോഴും വലിയ റിസ്ക്കുകൾ വരില്ല ട്രേഡിൽ. മനസ്സിലായത്? ഞാനിപ്പോൾ ഫോറക്സിൽ ഗോൾഡിൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത ശേഷം ട്രെൻഡ് ലൈനിൽ ഒരു ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത ശേഷമാണ് എൻ്റെ എൻട്രികൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എസ് എൽ വരുന്നത് വെച്ചാൽ റെഡ് ക്യാനിൽ ആ ട്രെൻഡ് ലൈനിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്ത എസ് എൽ ആണ്. അപ്പോൾ നമുക്ക് ചെറിയ എസ് എല്ലിൽ ഇറങ്ങാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ ഗ്രീൻ ക്യാനിൽ കയറാന്നുണ്ടെങ്കിൽ അഗെയിൻ എൻട്രി എടുക്കാൻ പറ്റും. ഇതേ റെഡ് ക്യാനിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കണം കാണാമല്ലോ, റണ്ണിങ് ആണ് ട്രേഡ്. സംഭവം എസ് എല്ലാണ് നിൽക്കുന്നത്. പക്ഷേ ട്രെൻഡ് ലൈനിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴാണ് ഇറങ്ങുള്ളൂ. മനസ്സിലായാൽ? അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ കയറാം. നമ്മൾ ഹയർ ടൈം ഫ്രെയിം മാത്രമാണ് ട്രേഡ് ചെയ്യുള്ളൂ. ഒരു ദിവസം ചിലപ്പോൾ ഒരു ട്രേഡോ 2 ട്രേഡോ 3 ട്രേഡോ ഒക്കെയാണ് മാക്സിമം വരുള്ളൂ. ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. താല്പര്യമുള്ളവർക്ക് കയറാം, ടൈമുള്ളവർക്ക് കയറാം. ഭയങ്കരമായിട്ട് ഹോൾഡിംഗ് ഉണ്ട്. 2-3 മണിക്കൂറൊക്കെ ഹോൾഡിംഗ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കയറാം കേട്ടോ. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം.